إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولله جنود السماوات والأرض وكان الله عزيزا حكيما اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم ازددنا التقوى يا رب العالمين ആദരണീയരായ സത്യവിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പൂർണ്ണമായി കീഴൊതുങ്ങി അവനെ പൂർണ്ണമായി കൊണ്ട് അനുസരിച്ച് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ പൂർണ്ണമായി അനുസരിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അശദ്ദു ഹുബ്ബൻ ലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്ന് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവോടായിരിക്കുമെന്ന് പറയാറുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ എല്ലാത്തിനുമേറെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകാൻ, എല്ലാ തീരുമാനങ്ങൾക്കപ്പുറവും അല്ലാഹുവിൻ്റെ തീരുമാനം സ്വന്തം തീരുമാനമായി മാറ്റാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു തരേണ്ട വലിയൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റി തെരുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്.
അള്ളാഹു പറഞ്ഞതിനെ വിലക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹു പറഞ്ഞതിനെ വിലക്കെടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കൊണ്ട് മാത്രം 5 നേരം സുജൂദ് ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല കളവ് പറയൽ തിന്മയാണ് എന്ന് പഠിപ്പിച്ചത് കാരണത്താൽ കളവിനെ തിന്മയായി കാണുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് പാപമാണ്, വൻപാപമാണ് എന്ന് പഠിപ്പിച്ച ഒറ്റ കാരണത്താൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടികളിലേക്കും തിരിയാത്ത തൗഹീദിനാൽ ജീവിക്കുന്ന വിശ്വാസിനികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രണ്ടാമതൊരു വിഷയമാണ് ഈമാൻ വർദ്ധിച്ചു കിട്ടുക എന്നുള്ളത്. എത്ര പാപം ചെയ്യുന്ന ആളുകളാണെങ്കിലും, തെറ്റ് പറ്റിപ്പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥിനികളാണെങ്കിലും ആരായിക്കോട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ വർദ്ധിപ്പിച്ചു കിട്ടണമെന്നുള്ളത്. പലപ്പോഴായി നമ്മൾ പോലും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ്, അള്ളാഹുവെ ഈമാൻ വർദ്ധിപ്പിച്ച് നൽകണേ, അള്ളാഹുവെ ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനിൽ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ നഹ്നു നഖുസ്സു അഹ്സനൽ ഖസസ്, അള്ളാഹു പഠിപ്പിച്ചത് തരുന്നത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കഥകൾ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല ഗദ്യരൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളാണ്. അതിന് കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജാസിയയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, അം ഹസിബല്ലദീന ജുതറഹു അസ്സയ്യിആത്ത്, തെറ്റ് ചെയ്യുന്നവർ വിചാരിക്കുന്നുവോ? നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ് മുന്നിൽ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചോദിക്കുന്നത്. ലോക സൃഷ്ടാവായ ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, അം ഹസിബ, ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? അങ്ങനെ നമ്മൾ കരുതുന്നുണ്ടോ? ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണ് എന്ന് പഠിപ്പിച്ച് തന്നിട്ട് പോലും, കാര്യങ്ങൾ സുവ്യക്തമായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വിരുദ്ധമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പൂർണ്ണമായി വ്യക്തമായിട്ട് പോലും ആ തെറ്റ് ചെയ്യുന്ന ആളുകൾ കരുതുന്നുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, തെറ്റ് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്ന അല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകൾ, ഖൽബിൽ ഈമാനുള്ള വിശ്വാസികൾ, വല്ലദീന വ അമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അമലുസ് സ്വാലിഹാത്ത് എന്ന അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം തന്നെ. അമലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കീഴൊതുങ്ങിക്കൊണ്ട് ഇഖ്ലാസോടെ ചെയ്യുന്ന കർമ്മം. രണ്ടാമത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രകാരമാണ് ഓരോ കർമ്മവും ചെയ്തത്, അത് പ്രകാരം ചെയ്താലേ ഒരു കർമ്മം അമലു സ്വാലിഹാത്ത് ആവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന ഈമാനുള്ള ആളുകളും പാപം ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണെന്ന് വ്യക്തമാക്കിയിട്ടും അല്ലാഹു തെറ്റാണെന്ന് വ്യക്തമാക്കിയിട്ടും അത് ചെയ്യുന്ന ആളുകളും, ഖൽബിൽ ഈമാനുള്ള തെറ്റ് ചെയ്യാത്ത ആളുകളും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, സവാഅം മഹ്യാഹും വ മമാതുഹും, അല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ നമ്മൾ രണ്ടു കൂട്ടരെയും ഒരേപോലെ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്ന വർത്തമാനമാണ് ഏറെ പേടിപ്പെടുത്തുന്നത്. അല്ലാഹ് പറയാണ്, അതായത് അവരുടെ ജീവിതവും മഹ്യാഹും, അവരുടെ മരണവും, മമാതുഹും തുല്യമായ നിലയിൽ ആക്കുമെന്നവർ കൽപ്പിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിനെ പേടിച്ചും അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഖൽബിൽ ഈമാനുള്ള ആളുകളുടെ മരണവും ജീവിതവും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ഈമാന് പോലെ, തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ മരണം പോലെ നമ്മൾ രണ്ടും തുല്യമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുവ്യക്തമായ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കുക, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മരണം
ഒരിക്കലും അള്ളാഹുവിനെ കീയൊതുങ്ങി ജീവിക്കുന്ന ആളുകളുടേത് പോലെയാവില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. ഒരു നന്മയെയും നീ നിസാരമായി കാണരുതെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിലൊരു മറുവശം കൂടിയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും അള്ളാഹുവിന് ധാരാളമായി സുജൂദ് ചെയ്തിട്ട് പോലും നിസാരമായി ഒരു സ്ത്രീ കണ്ട പൂച്ചയെ ഉപദ്രവിക്കുക എന്ന തെറ്റ് നമ്മൾ പലരും നിസാരമായി കാണുന്ന, ആ സ്ത്രീ പോലും നിസാരമായി കാണുന്ന ഒരു തെറ്റ് കാരണത്താൽ ആ സ്ത്രീക്ക് നരകപ്രവേശനം ലഭിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഒരുപാട് സുജൂദ് ചെയ്യുന്നുണ്ട്, ധാരാളമായി കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ തന്റെ നാവ് കാരണത്താൽ ഹലക്കത്ത്, ആ സ്ത്രീ നശിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ തഹ്തിറന്ന മിനസ്സിയ്യാതി ശൈആ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അധ്യാപനമാണത്. ഒരു തിന്മയെയും നമ്മൾ നിസാരമായി കാണരുത്. ഏത് തിന്മക്കാണ് നമ്മളെ നരകത്തിലെത്തിക്കാൻ കഴിയുക എന്ന് നമുക്ക് നിശ്ചയമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പല ആളുകളും മുഖം കുത്തി വീഴുന്ന ഒരു സാഹചര്യം നരകാഗ്നിയിൽ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ. ആ പേരുകൾ മുഴുവനും നരകത്തിന്റെ ഭയാനകതയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മുഖം കുത്തി വീഴുന്നവരാരായിരിക്കുമെന്നോ, തന്റെ നാവ് കാരണത്താൽ തന്റെ അമലുകൾ പൊളിഞ്ഞ് നരകത്തിൽ മുഖം കുത്തി വീഴുന്നവരായിരിക്കുമെന്ന്. അഥവാ നമ്മൾ തെറ്റുകളെ നിസാരമായി കാണരുത് എന്നുള്ളതാണ്. ഇതിന് മറുവശം എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ആയത്തിലൂടെ പറയുന്നുണ്ട്. ഈമാൻ വർദ്ധിപ്പിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഒരാൾക്ക് തെറ്റു തോന്നാതിരിക്കാൻ ഖൽബിൽ ഈമാൻ നിറയുക എന്നുള്ളതാണ്. ഖൽബിൽ ഈമാനുള്ള ആളുകൾക്ക് തെറ്റിനോട് കുർഹ് തോന്നുമെന്നുള്ളതാണ്, തെറ്റിനോട് വെറുപ്പ് തോന്നുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഹുവല്ലദി അൻസല സക്കീന, അവനാകുന്നു ലോകൈകനാഥൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു വിശ്വാസികളുടെ ഹൃദയത്തിൽ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അല്ലാഹ് അടിവരയിട്ട് പറഞ്ഞ പ്രയോഗമാണ് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ. അൻസല സക്കീന, സമാധാനം ഇട്ടുകൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ലിയസ്ദാദു ഈമാന, ഏറെ ശ്രദ്ധേയമായ പ്രയോഗം. ലിയസ്ദാദു ഈമാന, അവളുടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകാൻ വേണ്ടിയിട്ട്. ലിയസ്ദാദു ഈമാന, ഈമാൻ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ സമാധാനം ഇട്ടുകൊടുക്കുന്നവൻ ഹുവല്ലദി, അല്ലാഹു ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലിയസ്ദാദു ഈമാനൻ മാ ഈമാനിഹിം, ഈമാനുമേൽ ഈമാൻ, ഈമാന് വർദ്ധിപ്പിച്ചു കിട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുമെന്ന് പറയുമ്പോൾ ആ ഈമാനാണ് മുഅ്മിനീങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. നമുക്ക് പല തെറ്റിനെയും പുച്ഛത്തോടെ തോന്നുന്നത്, പല തെറ്റും ചെയ്യുമ്പോൾ മനസ്സിലൊരു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് തെറ്റ് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ള കൊടുത്ത മറുപടി എന്താണ്? തന്റെ ഹൃദയത്തിൽ ഒരു വെറുപ്പുളവാക്കുന്ന, തനിക്കൊരു ചൊറിച്ചിൽ, ഹൃദയത്തിനൊരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഒരു അയ്യേ എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരു സങ്കടവും ഖേദവും തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് തെറ്റ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിന്റെ മറുവശം എന്നുള്ളത്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവും എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൽ ഒരു ഇടങ്ങേറുണ്ടാവുന്ന, അതുപോലും ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാവുമെന്നുള്ളത് സത്യം തന്നെ. ആ ഹൃദയത്തിനാണ് മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞത് ഖസ്വത്തുൽ ഖൽബ്, അത് മരവിച്ചു പോയ ഹൃദയമാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഏറെ നിസാരമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണങ്ങളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക. അതുകൊണ്ടാണ് അല്ലാഹ് പോലും ഖുർആനിൽ ഉദാഹരണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയാ, ലറബല്ലാഹു മസലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. അല്ലാഹ് ഖുർആനിൽ ഉദാഹരിച്ചിരിക്കുന്നു. അല്ലാഹ് ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉദാഹരണത്തിലൂടെ മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയെ വസ്ത്രം നിര്യാണിക്ക് അടിയിലായിക്കൊണ്ട് കണ്ട സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇർഫ, അല്ലയോ സ്വഹാബ, താങ്കളുടെ വസ്ത്രം ഒന്ന് കയറ്റി ഉടുക്കുക എന്ന് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെരിയാണിക്ക് മേൽ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഒരു സ്വഹാബി പോലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചില്ല എന്നുള്ളതാണ്.
ആ ഹദീസ് കേട്ട നമ്മൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇനി നമുക്കെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം അറിയാതെ താഴ്ന്നു പോയാൽ നമ്മുടെ മനസ്സിലൊരു ഇടങ്ങാറുണ്ടാവുന്ന അതാണ് ഈമാൻ എന്നുള്ളത്. അതാണ് ഈമാൻ. മനസ്സിലൊരു ചൊറച്ചിൽ ആ സന്ദർഭത്തിൽ ഉയർന്നു വരുമെന്നുള്ളതാണ്. മനുഷ്യ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞതിന് ചെറിയൊരു വിപരീതാർത്ഥത്തിൽ വരുമ്പോൾ മനസ്സിലൊരു ഇടങ്ങാറുണ്ടാവുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതാണ് ഈമാൻ സുഹൃത്തുക്കളെ. ആ ഈമാനാണ് നമുക്ക് കിട്ടേണ്ടത്. ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ പോലും അതിനെ പുച്ഛത്തോടെ നിസാരമായി കാണാതെ മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വല്ലാത്ത ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിമിനെ പറ്റി പറയാൻ മാത്രം ഗ്രന്ഥങ്ങൾ ആവശ്യമുണ്ടാവുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു തൈമിയയെ കുറിച്ച്, മഹാനായ ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്നുൽ ഖയ്യിം എന്ന ഒറ്റ ശിഷ്യൻ മതി ഇബ്നു തൈമിയക്ക് സ്വർഗം കിട്ടാൻ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഇബ്നു തൈമിയക്ക് സ്വർഗം കിട്ടാൻ ഇബ്നുൽ ഖയ്യിം എന്ന ഒറ്റ ശിഷ്യൻ മതി. അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് പറയുമ്പോൾ ആ ഇബ്നുൽ ഖയ്യിം തന്റെ ഉസ്താദിനെ പറ്റി പറയുകയാണ്, എന്റെ ഉസ്താദ് ഒരുപാട് കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ശിഷ്യം ഉദ്ധരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ദീനിന് വേണ്ടി പോരാടി എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ജയിലിൽ ഒരുപാട് കാലം ഇട്ടു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഇബ്നു തൈമിയ പറയാണ്, ശിഷ്യനോട് പറയാണ്, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക? അദ്ദേഹം ചോദിക്കാണ്, ഒരുപാട് കാലം ജീവിതത്തിന്റെ നല്ലൊരു കാലവും ജയിലിൽ അകപ്പെട്ട ആ വ്യക്തി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഈമാൻ സ്ഫുരിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാണ്. അത്രത്തോളൊക്കെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു തട്ടിൽ അബൂബക്കറിന്റെ ഈമാനും മറ്റു തട്ടിൽ എല്ലാവരുടെയും ഈമാനും കൊണ്ടുവച്ചാൽ അബൂബക്കറിന്റെ ഈമാനായിരിക്കും തുലാസിൽ കനം തൂങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ വർദ്ധിപ്പിച്ചു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. നമുക്ക് പറ്റുന്ന പല തെറ്റുകളും ഖൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പല തെറ്റുകളെയും നിസാരമായി കാണാറുള്ളത് ഖൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇബ്നു തൈമിയ പറയാണ്, എന്നെ കൊണ്ട് എന്റെ ശത്രുക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? അനജന്നതി വബുസ്താനി ഫീ സ്വദരി, എന്റെ കൽബിൽ സ്വർഗമുണ്ട്, എന്റെ കൽബിലാണ് സ്വർഗവും പൂന്തോട്ടവും എന്റെ കൽബിലുണ്ട്. ഇൻ റഹ്തു ഫഹിയ മഇ ലാ തുഫാരിഖുനി, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആ സ്വർഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജയിലിൽ അകപ്പെട്ടാലും ജയിലിന് പുറത്തായാലും എന്റെ ലക്ഷ്യം സ്വർഗം മാത്രമാണ്. എന്റെ കൽബിൽ സ്വർഗം വെച്ചുകൊണ്ടാണ് ഞാൻ ജയിലിന്റെ ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും. അങ്ങനെയുള്ള എനിക്ക് എന്ത് നഷ്ടമാണ് എന്റെ ശത്രുക്കൾക്ക് വരുത്താൻ കഴിയുക? എന്നിട്ട് ഇബ്നു തൈമിയ പറയാണ്, ഇന്ന ഹബ്സി ഖൽവ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരാൾ ജയിലിൽ ഇടുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസരം, അവിടെയാണ് സുഹൃത്തുക്കളെ അതീവ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഇബ്നു തൈമിയ പറയാ, ഇന്ന ഹബ്സി ഖൽവ, എന്നെ ഒരാൾ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റപ്പെടൂലേ? ആ ഒറ്റപ്പെടൽ എനിക്ക് അള്ളാഹുവുമായി ഒറ്റപ്പെടാനുള്ള അവസരമായി കൊണ്ട് ഞാൻ മുതലെടുക്കും. ഇബ്നു തൈമിയ പറയുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന ഹബ്സി ഖൽവ, എന്റെ ഹബ്സ്, എന്റെ ജയിൽവാസം എനിക്ക് ഖൽവത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുകളെ കുറിച്ച് ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? ആ ഹദീസ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ എന്റെ ഖൽവത്ത്, എന്റെ ഒറ്റപ്പെടൽ മാറ്റുമെന്ന് ഇബ്നു തൈമിയ പറയാ. എന്നിട്ട് പറയാ, വഖത്ലി ഷഹാദ, ഇനി എന്റെ ശത്രുക്കൾ എന്നെ കൊന്നെന്നിരിക്കെ വഖത്ലി ഷഹാദ, എന്റെ വധം എന്നുള്ളത് അത് ഷഹാദത്തായി ഞാൻ കരുതും, അത് ഷഹാദത്തായി കൊണ്ട് ഞാൻ കരുതും. ഇനി എന്നെ എന്റെ ശത്രുക്കൾ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളിയാലോ അതൊരു വിനോദയാത്രയായിക്കൊണ്ട് ഞാൻ കാണും, എല്ലാം വിനോദയാത്രയായിക്കൊണ്ട് ഞാൻ കാണുമെന്ന് ഇബ്നു തൈമിയ പറഞ്ഞത്. ഇത് എന്നെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് ഷഹാദത്തായിക്കൊണ്ട് ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. എന്റെ ഖൽവത്ത്, എന്റെ ഒറ്റപ്പെടൽ അള്ളാഹുവുമായിട്ടുള്ള ഒറ്റപ്പെടലാക്കിക്കൊണ്ട് ഞാൻ മാറ്റുമെന്ന് ഇബ്നു തൈമിയക്ക് ധൈര്യം പറയാൻ കഴിഞ്ഞത് ഖൽബിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഈമാൻ ഉണ്ടാവാൻ പറ്റണം, എവിടെ പോയാലും തകരാൻ പറ്റൂല. സാഹചര്യങ്ങൾ ഇബ്നു തൈമിയക്ക് നേരിടേണ്ടി, ഈ പറഞ്ഞ സാഹചര്യಕ್ಕೆ ഇബ്നു തൈമിയക്ക് നേരിടേണ്ടി വന്നു. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ ആ തകർച്ചയൊക്കെ അദ്ദേഹം നേരിട്ടു എന്നുള്ള. അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന് ഒരുപാട് കാലം ജയിലിൽ അകപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം 37 വാള്യമുള്ള ഒരു ഗ്രന്ഥം, ഇത്ര വലുപ്പമുള്ള ഒരു ഗ്രന്ഥം രചിച്ചത് ജയിലിൽ അകപ്പെട്ടപ്പോ. ജയിലിൽ നിന്ന് പുറത്തൊക്കെ പടച്ചോന് വേണ്ടി എന്നുള്ളതാണ്. ശത്രുക്കൾക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു
മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇബ്നു തൈമിയ ലോകം വിളിച്ചൊരു പേര് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഷെയ്ഖ് എന്നുള്ളതാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ഈമാനും തന്നെയാണ് എന്നുള്ളതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്നു തൈമിയ ഈ മിമ്പറിൽ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ലോകത്തിൽ നൽകിയ സ്വീകാര്യത തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ഈമാന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സ്വീകാര്യത എന്നുള്ളത്. അങ്ങനെ ഒരു ഈമാന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം സുഹൃത്തുക്കളെ. ഖൽബിൽ ഈമാൻ നിറയാൻ, തെറ്റിന്റെ ഗൗരവത്തോടു കൂടി കാണാനുള്ള ഒരു ഈമാന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി നമ്മൾ മനസ്സിൽ കാണണം എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഖുതുബ കേൾക്കുമ്പോൾ, ഈ ചരിത്രം കേൾക്കുമ്പോൾ, ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഞാൻ പറഞ്ഞത് ഹദീസുകളാണ്, റസൂലുള്ളാഹിന്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ ആയത്താണ്, ഇബ്നു തൈമിയയുടെ ചരിത്രമാണ്. പറഞ്ഞത് മുഴുവനും ഏറെ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മാത്രമാണ്. ഈ ഹദീസുകളോ ആയത്തുകളും കേൾക്കുമ്പോൾ നമുക്ക് വരേണ്ട ചിന്ത എന്നുള്ളത്, അള്ളാഹുവേ എൻ്റെ ഈമാന്റെ ലെവൽ എത്രയാണ് പഠിച്ചോനെ, എൻ്റെ ഈമാനിന്റെ തോത് എത്രയാണ് പഠിച്ചോനെ. നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും പഠിച്ചോനെ എൻ്റെ ഈമാൻ കുറയുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ ആയിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറയട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കരഞ്ഞൊരു ചരിത്രമുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കരഞ്ഞത് എന്തിനാ അറിയോ? ഈമാൻ പറയാൻ വേണ്ടിയിട്ടോ. മനസ്സിൽ ഈമാൻ ഉണ്ടാകുമ്പോൾ വരുന്ന റിസൾട്ടുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം പറയുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കരയുകയാണ്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു യുദ്ധവേളയിൽ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നാ. സുബഹി നഷ്ടപ്പെട്ടു എന്നല്ല, സുബഹിന്റെ ജമാഅത്ത് ഒരു യുദ്ധം കാരണത്താൽ, യുദ്ധത്തിൽ ആർക്കും പോയി ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റിയെന്ന് വരൂലല്ലോ, സാഹചര്യം ഇളവുള്ള സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ ഇളവുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന സങ്കടം, പടച്ചോനെ ഞാൻ മുടങ്ങാതെ നിസ്കരിച്ചിരുന്ന എന്റെ സുബഹി ജമാഅത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച സുബഹി ജമാഅത്ത് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചോനെ എന്ന് അത് ആലോചിച്ചിട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ പഠിച്ചോനെ എനിക്കിന്റെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അവിടെ ഈ ചരിത്രം കേൾക്കുമ്പോൾ ഈമാനുള്ളൊരു കൽബാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കൽബിന്റെ ഈമാൻ. നമുക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ മനസ്സിലൊരു സങ്കടം വരണം, ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരണം. അവിടെയാണ് ഈമാൻ. മഹാനായ അനസ് ഇബ്നു മാലിക് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സങ്കടപ്പെടുമെങ്കിലും വേണ്ടേ? ഒരു മിനിമം ലെവലിൽ കൽബിൽ കുറച്ച് ഈമാൻ ഉണ്ടെങ്കിൽ. ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ സങ്കടം വരണം. ഉറക്കത്ത് നിന്ന് എണീറ്റാൽ ഫസ്റ്റ് വരണ്ടേ പഠിച്ചോനെ ടെൻഷനാണ്. പഠിച്ചോനെ ഇന്നത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടവരാണ്, തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ റഹ്മാനായ റബ്ബേ. സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ സങ്കടം കൂടണമെങ്കിൽ സുബഹി ഖദായിൽ എത്ര സങ്കടം വരണം? ലളിതമായ ഉദാഹരണം പറയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, അല്ലാഹുവേ ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ പഠിച്ചോനെ, ആ സങ്കടം മനസ്സിന്ന് വരുന്നുണ്ടെങ്കിൽ ആ കൽബിൽ ഈമാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ അളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. വലിയ പണ്ഡിതനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭിച്ച ഏറ്റവും വലിയ പണ്ഡിതനാണ് ആ സ്വഹാബി. മഹാനായ ഉമർ ബിൻ ഖത്താബിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനൊരു മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുഹിബ്ബുൻ നബി, പ്രവാചകൻ സ്നേഹത്തിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഇബ്നു ഉമർ. ഇബ്നു ഉമറും വലിയ പണ്ഡിതനാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ യഥാർത്ഥ പേര് ഇബ്നു തൈമിയ എന്നുള്ളതല്ല. അദ്ദേഹം അറിയപ്പെടുന്നത് വല്യമ്മന്റെ പേരിലാണ്, തൈമിയയുടെ മകൻ എന്ന രീതിയിൽ. അങ്ങനെ ഒരുപാട് ബാപ്പമാർക്ക് പണ്ഡിതന്മാരായ മക്കൾ വന്നു എന്നുള്ളതാണ്. അതൊക്കെ പുറമെ റസൂൽ സല്ലല്ലാഹു, നമ്മൾ ഒരുപാട് പിതാക്കന്മാരുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ മക്കളൊക്കെ ദീനിൽ അത് ഒരുപാട് ബേക്കോട്ടൊന്നും പോകണ്ട. ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ സമകാലികത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പിതാക്കന്മാർക്ക് നല്ല സ്വാലിഹത്തുകളായ മക്കളുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മക്കളെ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 5 നേരം ഞാൻ പറയാതെ തന്നെ പള്ളിയിൽ പോകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്ന, ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് തിരുത്തി തരുന്ന ഒരു മകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ സദസ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സമ്മതം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ തന്നെ ആ സദസ്സിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു മകൾ എനിക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു മുടിയെങ്ങാനും കുറച്ച് പുറത്തേക്ക് അന്യ പുരുഷന്മാർ കാണുന്ന രീതിയിൽ വന്നു പോയി കഴിഞ്ഞാൽ, അള്ളാഹുവെ എൻ്റെ ഒരു മുടിയെ അള്ളാഹുവിന്റെ റസൂല് മറക്കണമെന്ന് പഠിപ്പിച്ച മുടിയുടെ ഇഴകൾ
ഒരു അന്യപുരുഷൻ കാണുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ടെൻഷനായിക്കൊണ്ട് ആ മുടി പിന്നെയും ഉള്ളിലേക്ക് തിരുകുന്ന മുഅ്മിനത്തുകളായ മക്കൾ നമ്മൾക്കുണ്ടായിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. നിര്യാണിക്ക് താഴെ വസ്ത്രം ആരെങ്കിലും ഇറക്കി താഴേക്ക് വസ്ത്രം ഉടുക്കുന്നത് കണ്ടാൽ ഉപ്പ ഉമ്മ അനിയനെ അനിയത്തിന്ന് വിളിച്ചുകൊണ്ട് അത് തെറ്റാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു മകൾ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈമാൻ അവിടെ പോലും പ്രതിഫലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം കണ്ട് മക്കൾ ഈമാൻ പഠിക്കണം. നമ്മുടെ മക്കൾ ദീനിനോട് വല്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഡയലോഗ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടായിരിക്കെ ദീനിനൊരു കുറവ് സംഭവിക്കുക. അങ്ങനെ വീര്യം കൂടിയ മക്കളാവണം നമ്മൾ. ഞാനുണ്ടായിരിക്കും, എന്റെ ദീനെന്ത് പറ്റുമോ, ഒരു കുറവും സംഭവിക്കാൻ പറ്റൂല. അങ്ങനത്തെ ആവേശമുള്ള ദീനാവേശമായി മാറിയ മക്കൾ നമുക്ക് സമ്പാദിക്കാനായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ആവേശമായി കാണുന്ന, അതില്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരുന്ന അങ്ങനത്തെ മക്കൾ, അതൊരു വല്ലാത്ത തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേ 3 തൗഫീഖിനെ കുറിച്ച്, 3 സൗഭാഗ്യത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താ, റസൂലുള്ളാഹി പറഞ്ഞെന്താ, വലദുൻ സ്വാലിഹ് യദ്ഉ ലഹു. റസൂലുള്ളാഹി ആ പറഞ്ഞ പ്രയോഗത്തിന് 2 കഷ്ണങ്ങളാക്കാൻ പറ്റും. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ. അങ്ങനത്തെ ഒരു സ്വാലിഹായ മകൻ ഉണ്ടല്ലോ, അതൊരു തൗഫീഖാണ് സുഹൃത്തുക്കളെ. ആ തൗഫീഖ് ആയതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ അതിനെ ഭാഗ്യമായി കൊണ്ട് എണ്ണിപ്പഠിപ്പിച്ചെന്ന്. സ്വാലിഹായ ഒരു മകൻ, സ്വാലിഹത്തായ ഒരു മകൾ എന്നുള്ളത് അള്ളാഹു തരേണ്ട ഒരു തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും സ്വാലിഹീങ്ങളിലും സ്വാലിഹത്തുകളുമാക്കി മാറ്റിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനേറെ മഹത്വമുള്ളതായിക്കൊണ്ട് പഠിപ്പിച്ചതായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ മുഴുവനായും ഈമാൻ കൊണ്ട് നിറച്ചു നൽകുമാറാകട്ടെ. ഒരു 2-3 ഉദാഹരണങ്ങൾ കൂടി ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. നമുക്ക് ഖേദം വരേണ്ട, നമുക്ക് നഷ്ടബോധം തോന്നേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെയാണ് ഈമാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇമാം സലാം പറയുമ്പോൾ, ഇമാം സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലക്കുകളെ പുസ്തകം അടച്ചു വെക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആ ലിസ്റ്റ് പെടൂല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മലക്കുകൾ വാതിൽക്കൽ നിൽക്കും, എന്നിട്ട് ആദ്യം വരുന്ന ആൾക്കാരുടെ പേര് രേഖപ്പെടുത്തും. അങ്ങനെ ആ മലക്കുകൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അടച്ചു വെക്കും എന്നുള്ളതാണ്. ഈ സദസ്സ് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, സലാം പറഞ്ഞതിന് ശേഷമുള്ള സദസ്സും സലാം പറയുന്നതിന് മുമ്പുള്ള സദസ്സും നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ നമുക്കുണ്ടായിരിക്കാം, ശരിയാണ്. പക്ഷേ നമ്മൾ ഇത്ര ആലോചിച്ചായി, പഠിച്ചവനെ വൈകിപ്പോയി, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിലൊരു ഖേദം, നഷ്ടബോധം നമുക്ക് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പഠിച്ചവരെ, എനിക്ക് ആ കൂലി എനിക്ക് കിട്ടിയില്ലല്ലോ. സ്വഹാബികളെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ഒന്ന് പരാതി പറയാം, റസൂൽ പൈസക്കാരൊക്കെ കൂലി കൊണ്ടുകൊണ്ട്, ഞങ്ങൾക്ക് പൈസ ഇല്ല, പക്ഷെ ഓലിക്ക് പൈസ ഉണ്ട്, ഓല് കുറെ സ്വതക്ക ചെയ്തിട്ട് ഓല് കൂലി ഉണ്ടാക്കാം, ഞങ്ങൾക്ക് കൂലി ഉണ്ടാക്കാൻ വകുപ്പ് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ്, അവർക്ക് എങ്ങനെങ്കിലും എല്ലാ കൂലിയും അടിച്ചു മാറ്റാന്നൊക്കെ പറയില്ല, അതേപോലെ എല്ലാ കൂലികൾക്ക് കിട്ടണമെന്ന് വല്ലാതെ സ്വാർത്ഥരായിരുന്നു. നമുക്ക് കൂലിയും വേണ്ട, ഉള്ള തെറ്റുന്നാണ് വിട്ടു നിൽക്കേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ ജുമുആണ് എനിക്ക് വലുത്. ഇപ്പോൾ നമ്മൾ കമ്പനികളിലൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ വിടണം 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോയാനുള്ള മിനിമം ഈമാന് നമുക്കില്ലെങ്കിൽ എത്രത്തോളം മോശമാണ് എന്ന് ആലോചിക്കുക. രണ്ടാമത്തെ ഒന്ന്, ചില ആളുകളെങ്കിലും വളരെ വിരളമായിക്കൊണ്ട് ഖുതുബക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം, ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ സംസാരിക്കരുത്. ഇത് ഇവിടെ ഇബാദത്താണ്. ഇവിടെ ഞാൻ നിങ്ങളെ ഖുതുബ പറയുകയും നിങ്ങൾ കേൾക്കുകയാണെങ്കിലും നിസ്കാര
പോലെ ഒരു ഇബാദത്ത് തന്നെയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താക്കരുത്, ഒന്ന് ഫോണിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുവാനോ പരസ്പരം കമൻറ്റ് പറയാനോ ഒന്നും നിൽക്കരുത്. അത് ഈ സദസ്സിനോട് കാണിക്കുന്ന അദബ് കേടാണ്. അള്ളാഹു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചതിനിടയിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തു ചെയ്തു കഴിഞ്ഞാലും അത് അദബ് കേടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുകൾ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അതിനെ ചേർത്ത് പിടിക്കുന്നത് പോലും വിരോധിച്ചതിന് വേണ്ടിയിട്ട് അറിയാം. ഖുതുബന്റെ ഇടയിൽ അത് ഉറക്കിനെ സമ്മാനിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഉറക്ക് തോന്നിക്കഴിഞ്ഞാൽ മാറിയിരിക്കണം എന്ന് റസൂൽ പറയാൻ കാരണം എന്താ പറയുക, അതൊക്കെ ഈ ഇബാദത്തിന് കോട്ടം തട്ടുന്ന ഇബാദത്തിനോട് കാണിക്കുന്ന അദബുകേടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉറക്കിനേക്ക് സ്വാധീനിക്കുന്ന ഇതിനോട് കാണിക്കുന്ന അദബുകേടുകളുമായി ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. രണ്ടാമത്തത്, നേരത്തെ വരാൻ കഴിഞ്ഞിട്ടും വരാത്ത നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് വൈകിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, അള്ളാഹുവെ പുറത്തു തരണമെന്ന് നമ്മൾ പറയണം അള്ളാഹിനോട്. ആ ഒരു മനസ്സ് വേണം. പഠിച്ചവനെ വൈകിപ്പോയി റഹ്മാനായ റബ്ബേ, ഇനി പുറത്തന്നെ, ഇനി ഞാൻ ആവർത്തിക്കൂല എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഈ പള്ളിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മളൊന്ന് പരിഗണിക്കുക തന്നെ വേണം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇമാമങ്ങളൊക്കെ നിസ്കരിക്കാൻ വിട്ടിട്ട് എല്ലാവരോടും നിസ്കരിക്കാൻ പറഞ്ഞാൽ ഒരു 20 ആളെ നിസ്കാരം 20 രീതിയിലാണ് കൈവെക്കുന്നത്, 20 രീതിയിലാണ് സുജൂദ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്ന് പഠിക്കണം. എത്ര അവയവങ്ങളിലാണ് റസൂലുള്ള സുജൂദ് ചെയ്തത്, റസൂലുള്ള എവിടെയാണ് കൈവച്ചത്, റസൂലുള്ള എന്തൊക്കെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, റസൂലുള്ള എങ്ങനെയായിരുന്നു പ്രാർത്ഥന ചെല്ലിയത്. അങ്ങനെ ഓരോന്നും ഏറ്റവും മിനിമം ലെവലിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം നിസ്കാരം. അത് അള്ളാഹു സ്വീകരിക്കുമോ നമ്മൾ ചിന്തിക്കണമെങ്കിൽ, അതിന് അർഹതമാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം എന്നാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റില്ലേ. ഒരു അമൽ സ്വാലിഹാവണമെങ്കിൽ പഠിച്ചോൻ കബൂൽ ചെയ്യണ 2 നിബന്ധന. ഒന്ന് ഇഖ്ലാസ് വേണം, പഠിച്ചോന് വേണ്ടി മാത്രമായിരിക്കും. രണ്ടാമത്തെ എന്താ അറിയോ, റസൂലുള്ള ചെയ്തതുപോലെ തന്നെ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തെ കുറിച്ചൊന്ന് പഠിക്കണം, ഒന്ന് ഇരുന്ന് പഠിക്കണം. അതിനൊന്നും ഒരു കാരണം പറയാൻ പാടില്ല. എനിക്ക് ആ തിരക്ക് ഇന്ന് മരിച്ചു പഠിച്ചോണ്ട് ആ വർത്താനം നമ്മൾ പഠിച്ചോന്റെ മുഖത്ത് നോക്കി പറയോ, പഠിച്ചോനെ കച്ചവട തിരക്കുണ്ടേനു, പഠിച്ചോനെ പീഡിയന്റെ തിരക്കുണ്ടേനു, അല്ലെങ്കിൽ പഠിക്കാണ്ടേനു, കുറെ പഠിച്ചോന്റെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര ദിവസം ലീവ് എടുത്താലും സാരമില്ല, അടുത്തൊരു അസറിനേക്ക് ആ ടെൻഷൻ വേണം. പഠിച്ചോനെ അസർ സ്കരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ഒരു ടെൻഷനിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈമാൻ ഉണ്ട് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരുമാറാകട്ടെ. ഈമാനോടെ മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് قلوبنا على طاعتك. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر للمسلمين والمسلمات. اللهم اغفر لوالدينا ولإخوان المسلمين يا الله. اللهم اغفر لوالدينا يا رب العالمين. اللهم اغفر للمسلمين والمسلمات. اللهم اغفر للمسلمات والمسلمين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.